വെൽക്കം ബാക്ക് ടു ചാനൽ. അനിയനുമായിട്ട് വൺ കളിക്കാൻ വരികയാണ്. സോ ആരെയായിരിക്കും നമുക്ക് കണ്ടറിയാം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നൊരു ചാനല് സബ് ചെയ്യാവുന്ന ആളെ. അയാൾക്ക് 300 സംതിങ് സബ് ഉണ്ട്. നമ്മുടെ സ്വന്തം ഫ്രണ്ട് തന്നെയാണ്. ബ്രോ സ്വന്തം പേര് മഞ്ഞു. ഞാൻ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞു. നിങ്ങൾ സബ് ചെയ്തേക്കാൻ. ഞാൻ സബ് ചെയ്യും. അദിബൻ എന്ന് പറഞ്ഞ ചാനലാണ് ഗൈസ് ഉള്ളത്. നിങ്ങൾ സബ് ചെയ്തേക്കും. ടോട്ടൽ സബ് ചിലപ്പോൾ മിക്കവാറും ആദ്യം എടുക്കുന്ന പുള്ളിക്കാരനായിരിക്കും. ഇപ്പം ഞാൻ മുകളിൽ നിന്നിട്ട് ഇറങ്ങി പിന്നെ കാണാനായിട്ടാണ്. എന്തുവാടാ നമ്മൾ ഇത്രയും രസത്തിന് വേണ്ടിട്ടല്ലേ ഇങ്ങനെ കളിക്കുന്നത്? എടാ ഇതൊന്നും എടുക്കരുത്. കളിക്കാൻ അറിഞ്ഞൂടാ എനിക്ക് ഇത് വെച്ചിട്ട്. ഇത് പൊട്ടാസാ. അല്ലാതെ 2-3 ബുള്ളറ്റിൽ ഡ്രസ് ഇട്ടിട്ട് വണ്ടപ്പടി നമുക്ക് അടിക്കാനായിട്ട്. എന്തിനാ കൂട്ടാന്ന് എടുത്ത്? 2 പൊട്ടാസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്ത് കയറ്റി വരുന്നത് ഗൈസ്. വണ്ടപ്പിടത്തിന് എങ്ങനെ ചെയ്ത് കയറ്റുന്നത് ഗൈസ്? അതാണ് നമ്മുടെ ടാസ്ക്. ടാസ്ക് ആയി പോയി. ഇത് ഇമ്മാതിരി ടാസ്ക് എനിക്ക് ഈ ചെക്കൻ കാരണം പണി കിട്ടിയിട്ടില്ല. ഉറപ്പിച്ചു പറയാം ഗൈസ്. ഞാൻ തിരിഞ്ഞോണ്ട് തന്നെ ഓടുന്നത്. തിരിഞ്ഞൊക്കെ പറയാനില്ല. ഞാൻ തിരിഞ്ഞോണ്ടന്നേക്ക് ഓടുന്നത്. ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ല. വല്ലപ്പോ എങ്ങനെ കേറിയതാ. മനുഷ്യ തിരിഞ്ഞോണ്ട് തന്നെ ഒന്നാ തന്നെ ഓടുന്നത്. വല്ലപ്പോഴും ജസ്റ്റ് ഇപ്പൊ മിക്കവാറും ചെക്കൻ റിവഞ്ച് എടുത്തോണ്ട് 2-3 ദിവസമായിട്ട് കേറിയിട്ടില്ല ഞാൻ. അതുകൊണ്ട് കളിക്കാനായിട്ട് ചെറിയൊരു റിസ്ക്നെസ് ഉണ്ട് സംഭവം. അതുകൊണ്ട് ഇവൻ റിവഞ്ച് എടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ജയിക്കാനേ സാധ്യത കുറവാണ്. ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. അത് സബ് ചെയ്തേക്കണം എല്ലാരും. ഒന്ന് ഏതാ സബ് ചെയ്തേക്കണം. അങ്ങനെ തല്ലൊടുത്തു. ഞാൻ പറഞ്ഞില്ല അവൻ റിവഞ്ച് എടുക്കാൻ വരുമെന്ന്. ഗൈസ് വരുന്നുണ്ട്. നമുക്ക് മോളിക്കറി കളിച്ചിരിക്കാം. പാപ്പൻ തിന്നാനിരിക്കാം നമുക്ക്. കണ്ടില്ല ചിക്കൻ. ഭാഗ്യം രക്ഷപ്പെട്ടു. കണ്ട് പോടാ. ഇറങ്ങി പോടാ. ഇവിടെ പഞ്ചായത്ത് കണ്ടൂല. ഇനി പഞ്ചായത്ത് കണ്ടൂല ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് അടിക്കാൻ അറിയാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ ഞാനത് റൂള് എത്തിക്കാനായിട്ട് എനിക്കൊരു ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല ചെക്കാരെ വീട്ടിലെടുക്കാൻ വരുമെന്ന്. ഗൈസ് എനിക്ക് പിന്നെ ഇത് ഇഷ്ടമില്ലാത്തോണ്ട് വെറുപ്പിക്കും നമ്മളെ. ഗൈസ് ഈ കളി തീരുന്നതോടെ നമുക്ക് ഇമോട്ട് ഇടണം. അവൻ കൊത്തി ഇമോട്ട് ഇതുകൊണ്ട് ഇതാണ് ഗൈസ്. നമുക്ക് ഇടേണ്ട തിരിച്ച് ഇതുകൊണ്ട് ഇതാണ് അവൻ കൊത്തി. നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. ചേക്കാൻ ഗില്ല് സ്വന്തം ഗില്ല് എഴുന്നിട്ടിത്. എവിടെ വാടാ പോനെ.
ഗൈസ് നമ്മൾ ജയിച്ചു. അയ്യോ, ഞങ്ങൾക്ക് ജയിച്ചു.